ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. വെറും ഫ്യൂ മോർ അവേഴ്സ് ടു ഗോ. ഞായറാഴ്ച വൈകുന്നേരം 7 മണി മുതലായിരിക്കും ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം, അതുപോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മൾ ബിഗ് ബോസ് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എത്ര മാസമായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ഇനി ആ കാത്തിരിപ്പിന് ജസ്റ്റ് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ആർ യു ഗൈസ് ആർ റെഡി? ഞാൻ റെഡിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊത്തം ബിഗ് ബോസ് 7നെ പറ്റിയിട്ടായിരിക്കും. ലാസ്റ്റ് 2 ദിവസം നമ്മൾ ചർച്ച ചെയ്തത്, ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തത്, ബിഗ് ബോസിനെ പറ്റിയുള്ള കണ്ടന്റുകൾ മാത്രമായിരുന്നു. എന്താണ് ബിഗ് ബോസ്, ഇതൊക്കെ ഒരു റിയാലിറ്റി ഷോ ആണോ, ഇത് എത്രത്തോളം സത്യസന്ധമായാണ് നടക്കുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ. രണ്ടാമത്തെ വീഡിയോ നമ്മുടെ 6 സീസണിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇവർ ഓരോരുത്തരും വിജയികളായിരുന്നു എന്നുള്ളത്. ഇത് കാണാത്തവരാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 വീഡിയോസും കാണാം. അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും രേഖപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ ചാനലിൻ്റെ പേര് BBM ടോക്ക് വിത്ത് പ്രശു എന്നാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓരോരുത്തരും ചെയ്യേണ്ട എത്ര വരവാണ് എന്നെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചേരുക. ആൻഡ് ദ ബിഗ് തിങ് ഈസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി BBM ടോക്ക് വിത്ത് പ്രശുവിലേക്ക് സ്വാഗതം. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 എങ്ങനെ ആയിരിക്കും. ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു ബിഗ് ബോസ് ആയിരിക്കത്തില്ല ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അഡ്വർടൈസ്മെന്റ്സ് കണ്ടു, ആഡ് കണ്ടു, സോഷ്യൽ മീഡിയയിലുള്ള കണ്ടു. ലാലേട്ടൻ എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 6 സീസണിൽ നടന്ന ഓരോ കുറവുകളും അവർ പരിഹരിക്കാൻ പോവുകയാണ്. ഈ 6 സീസണിൽ നടന്ന ഓരോ കുറവുകളും ഓരോന്നായി ഓരോ ആഡിലും ലാലേട്ടൻ അത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ തന്നെ പറയുന്നു, വാഴയായിട്ടിരിക്കുന്ന ആ പരിപാടികളൊക്കെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ പെങ്ങളൂട്ടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. സേഫ് ഗെയിം കളിക്കുന്നവരെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ എല്ലാ ആറ്റിറ്റ്യൂഡും ഇട്ട് ചുമ്മാ ബിഗ് ബോസിന്റെ കാശ് വാങ്ങി അതിനകത്ത് പോയിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഫുഡ് അടിച്ച് നടക്കാമെന്നൊന്നും ഒരു കണ്ടസ്റ്റൻസും ഇത്തവണ വിചാരിക്കേണ്ട. എല്ലാവർക്കും പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇത്രയും കാലം കുറേ കണ്ടസ്റ്റൻസ് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റും ഒന്നും ഷോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ നൽകാണ്ട് ചുമ്മാ പോയി സേഫ് ഗെയിം കളിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ബിഗ് ബോസ് അവർക്കെതിരെ അവർ ആക്ഷൻ എടുക്കുന്നില്ല, വോട്ടിങ്ങിന് പോലും അവരെടുക്കത്തില്ല. കാരണം അവിടെയുള്ള ഹൗസ് മേറ്റ്സിനൊക്കെ അയ്യോ അവർ ഇവർ പാവ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ എലിമിനേഷനുള്ള വീക്കെൻഡ് എവിക്ഷന് പോലും വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വോട്ട് ഔട്ട് ചെയ്ത് പുറത്താക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടുന്നില്ലായിരുന്നു. സോ ഇവർക്ക് എല്ലാവർക്കുമുള്ള പണി ഇത്തവണ ഉണ്ട്. എന്താ ഹാഷ്ടാഗ് എന്താ, അല്ലെങ്കിൽ മെയിൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലാലേട്ടന്റെ 7ന്റെ പണി വരുന്നുണ്ട്, 7ന്റെ പണിയാണെന്നാണ്. സോ ഡെഫിനറ്റ്ലി ഇത്തവണ പൊളിച്ചെടുക്കും എന്നുള്ളത് 100% ഷുവർ ആണ്. ബിഗ് ബോസ് സീസൺ 7 എല്ലാ വർഷത്തെയും പോലുള്ള സേഫ് ആയിട്ടുള്ള ഗെയിമും ഈസി ആയിട്ടുള്ള ടാസ്കുകളും അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈസി ആയിട്ടുള്ള ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ടീമിനും പണി കൊടുക്കുന്ന ലാലേട്ടൻ പറഞ്ഞായിരുന്നു, കണ്ടായിരുന്നോ? സോ ഇത്തവണ ഹാർഡായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഉപയോഗിച്ച വാക്ക്, എനിക്ക് അംഗൻവാടി ടാസ്കുകളൊന്നും കൊടുക്കത്തില്ല എന്ന് തോന്നുന്നത്. സോ വിച്ച് മീൻസ് ഈസി ആയിട്ടുള്ള ടാസ്കുകളൊന്നും ആയിരിക്കത്തില്ല, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും കൊടുക്കും. അതാണ് വേണ്ടത്. ഈ ബിഗ് ബോസിലൊക്കെ നിങ്ങൾ കണ്ട ഞെട്ടിപ്പോകും, എന്തൊക്കെ ടാസ്ക് ആണെന്ന് അറിയാമോ നടക്കുന്നത്. മലയാളത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ കുറേ കൂടെ ഹാർഡ് വർക്ക് കൊടുക്കണം. കാരണം ഇവർക്ക് നല്ല പേയ്മെന്റ് കൊടുത്തിട്ടാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സോ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ ജയിച്ചു വരണം. അല്ലെങ്കിൽ ഇവരാർക്കും നമുക്ക് ഇത്രയും, കാരണം ഈ ജയിച്ചു വരുന്നതിന് പുറമെ ഇവർക്ക് കാശ് കിട്ടുന്നതിന് പുറമെ ഇവർക്ക് കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ. നമ്മൾ എത്രത്തോളം ഓരോരുത്തരും, നിങ്ങളും ഞങ്ങളും എല്ലാം, നമ്മളെല്ലാം എന്താ നമ്മുടെ വീട്ടിലൊരു അംഗങ്ങളൊക്കെ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്, അത്രത്തോളം ഇവരെ സ്നേഹിക്കുന്നു, ഇവർക്ക് വേണ്ടിയിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്നു, ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. സോ വി ഡിസേർവ് മച്ച് ബെറ്റർ, റൈറ്റ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുറെ കൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പോകുന്ന കണ്ടസ്റ്റൻസും കൂടി ആലോചിക്കണം. സോ ബാക്ക് ടു ബിസിനസ്. അപ്പോൾ ഓൾറെഡി എനിക്കറിയാൻ കഴിഞ്ഞത് ഷൂട്ടിംഗ് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു, ലാലേട്ടൻ എത്തിക്കഴിഞ്ഞു, ഷൂട്ടിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ബാക്കി ഷൂട്ടിംഗ് നാളെയും കൂടെ നടന്നിട്ടായിരിക്കും സൺഡേ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാം. ഇത് ലൈവാണ്. ആക്ച്വലി എങ്ങനെയാണ് ഇതിൻ്റെ ലൈവ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർ നാളെ ഹൗസിലേക്ക് കടത്തി വിടും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ സാറ്റർഡേ മൊത്തം നടക്കുന്ന പരിപാടികളും അതായത് സൺഡേ നടക്കുന്ന പരിപാടികളാണ് നമുക്ക് മൺഡേ ആയിട്ട് TV വരുന്നത്. അതായത് സൺഡേ 24 ആയിട്ട് നടക്കുന്ന പരിപാടികൾ മൺഡേ വരും, മൺഡേ നടക്കുന്ന പരിപാടികൾ ട്യൂസ്ഡേ വരും. ഇതിന്റെ 24 hours എപ്പിസോഡായിരിക്കും നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ലൈവായിട്ട് കാണുന്നത്. അതായത് തലേ ദിവസം ഷൂട്ട് ചെയ്യുന്ന പരിപാടി അതേ കണക്ക് ലൈവായിട്ട് തൊട്ടടുത്ത ദിവസവും ഇതിന്റെ ഒരു ക്രോഡീകരിച്ച ഒരു സിസ്റ്റം
പിറ്റേ ദിവസം ഏഷ്യനെറ്റിൽ 1.5 മണിക്കൂറായിട്ടായിരിക്കും ഷോ വരുന്നത്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്, ഇത് ലൈവ് അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സംഭവം ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. കാരണം അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും അപ്പം തന്നെ അപ്പം തന്നെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, കോമൺ സെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു ഫോർമാലിറ്റി, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പിന്നീട് പറയാനുള്ളത്, ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരിൽ കുറച്ച് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ആരൊക്കെയാണ് ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ആയിട്ട് കയറാൻ പോകുന്നത് എന്നുള്ള കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ബിക്കോസ് എനിക്ക് 100% ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും ഇതിലേക്ക് തള്ളിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ഇനി ആകെ മണിക്കൂർ മാത്രമേ ഉള്ളൂ, ഇനി എന്തിനാ ഇതൊക്കെ പറയുന്നത് തന്നെ നാണക്കേടാണ്. സോ ഞാൻ 2-3 പേരുടെ പേരുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു മുഖമാണ് അനുമോൾ എന്ന് പറയും. അനുമോൾ പിന്നെ അതേ കണക്ക് തന്നെ കോമഡി പ്രോഗ്രാംസിലും അത്തരത്തിലുള്ള പരിപാടിയിലൊക്കെ അനുമോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നന്നായിട്ട് അനുമോളിനെ അറിയാമെന്ന് തോന്നുന്നു. സോ അനുമോൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പാനി ശരത്ത്, മൂവീസിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള അപ്പാനി ശരത്ത് കൺഫേംഡ് ആയിട്ടാണെന്ന് 99.99%. നാളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തല്ലാൻ വരരുത്, ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. സോ മൂന്നാമത് വരുന്നത് നമ്മുടെ ഷാരിഖ് ഇല്ലേ, അതായത് യൂട്യൂബ്സിനൊക്കെ ഇന്റർവ്യൂ നടത്തിയില്ല, ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് പറഞ്ഞിട്ട് ചാടി ഇരിക്കാനൊക്കെ വരുന്ന ആളുണ്ടല്ലോ, പുള്ളിക്കാരി ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഷോയിൽ എക്സ്പെക്ട് ചെയ്യാം. പുള്ളിക്കാരി അതേ കണക്കുള്ള സ്വഭാവമാണെങ്കിലും മൈ ഗോഡ് പൊളിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതേ കണക്ക് നാലാമത്തെ ആളുടെ പേര് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ എവിടെ തുറന്നാലും ഈ പുള്ളിക്കാരിയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ കോൺട്രവേഴ്സീസ്, പുള്ളിക്കാരിക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുള്ളിക്കാരി ആൾക്കാർ ഇത് ചെയ്തിട്ട് അവൾക്കെതിരെയായിട്ടുള്ള റിയാക്ഷൻസ് വീഡിയോസ്, പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂസ്, എവിടെ നോക്കിയാലും പുള്ളിക്കാരിയാണ്. ഈ പുള്ളിക്കാരി ഡെഫിനറ്റ്ലി സീസൺ 7 ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതെനിക്കും യെസ്, രേണു സുധി ഇത്തവണത്തെ സീസണിൽ ഉണ്ട് എന്നാണ് 99.9999% എനിക്ക് കിട്ടുന്നത്. പക്ഷെ ആദ്യമേ ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഷീ വിൽ ബി ഇൻ പാർട്ട് ഓഫ് ദിസ് ഷോ. 100% ആയിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ പുള്ളിക്കാരി ഇത്രയും കോൺട്രവേഴ്സി ഓൾറെഡി 2-3 മാസമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരിക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറച്ച് നെഗറ്റീവ് ഇമേജസ് ഒക്കെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാവും. അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരിക്കും രേണു സുധിക്ക് ബിഗ് ബോസ് 7ലേക്ക് പോകുമ്പോൾ കിട്ടുക. കാരണം നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. റിയലി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് പുള്ളിക്കാരി എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. 1-2 ആഴ്ച അവരൊക്കെ ഒന്ന് പതുങ്ങിയൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സ്വഭാവം എന്താണെന്നുള്ളത് പുറത്ത് കാണിക്കത്തില്ല. അതിനുശേഷം നമുക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും ആരാണ് രേണു സുധി എന്നുള്ളതും. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാകും, നമുക്കൊക്കെ കുറേ കിട്ടും, എന്തായാലും കുറേ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ ഐ എം റിയലി ഈഗർലി വെയിറ്റിംഗ് ഫോർ രേണു സുധി, സീരിയസ്ലി. ഓക്കെ, ബിക്കോസ് പുള്ളിക്കാരി നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് കേട്ടോ. ബിഗ് ബോസിനെ പറ്റി നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, പുള്ളിക്കാരി നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലും കൂടെയാണ്. അതോടൊപ്പം തന്നെ ആദില നസ്രിൻ ആൻഡ് ഫാത്തിമ നൂറിൻ എന്ന് പറഞ്ഞ ലെസ്ബിയൻ കപ്പിൾസ്, LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും അവർ വരുന്നത്. ഇവരും കൺഫേംഡ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അങ്ങനെ കുറച്ചുള്ള ആദ്യത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ആദ്യത്തിൻ്റെ പേര് എനിക്ക് ആക്ച്വലി 50-50 ചാൻസ് ആണ് കേട്ടോ, 100% ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെയാണ് എനിക്ക് ഒരു 100% കൺഫേംഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റൻസ്. സോ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള, ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള വലിയ സിനിമ ആക്ടേഴ്സും അങ്ങനെയുള്ളവരൊന്നും ഇത്തവണത്തെ സീസണിൽ ഇല്ല എന്നാണ് അറിഞ്ഞത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു സീസൺ 4 ഓർമ്മയുണ്ട്, സീസൺ 4 ഇതേ കണക്ക് നമുക്ക് വലുതായിട്ട് പരിചയമില്ലാത്ത കുറേ ആൾക്കാരായിരുന്നു സീസൺ 4 വന്നത്. പക്ഷേ സീസൺ 4 എങ്ങനെ ഹിറ്റായെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടോളേ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ വേണം, ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്, ഡിഫറെൻറ്റ് ക്യാരക്ടറൊക്കെ ആയാലും മാത്രമേ ഷോ ഇങ്ങനെ ഞെരിപിടി കൊള്ളത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 18-19 പേരും. അതോടൊക്കെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ടാകും. കഴിഞ്ഞ തവണത്തെ കമ്പ്യൂട്ടർ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഇത്തവണ കുറച്ച് കമ്പ്യൂട്ടർ, കാരണം കമ്മ്യൂണേഴ്സിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം ആൾക്കാരാണ് ഇതിൽ വേണ്ടിയിട്ട്, എന്നെ പോലെയുള്ള എത്ര പേരാണ്
ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അറിയത്തില്ലേ. അപ്പം അവർ ദ ബെസ്റ്റ് ഇൻ ബെസ്റ്റ് തന്നെ സെലക്ട് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ ആശംസിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ് സീസൺ 7 തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏകദേശം എല്ലാ പരിപാടികളും സെറ്റായി ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഇത്തവണ ലാലേട്ടൻ ഇച്ചിരി കലിപ്പ് മോഡിലാണ്. എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടു ലാലേട്ടൻ കുറച്ച് കലിപ്പ് മോഡിലാണെന്ന്. ആ ലാലേട്ടൻ ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ലാലേട്ടൻ ഇപ്പോൾ പഴയ നമ്മുടെ ലാലേട്ടനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോസും ലേറ്റസ്റ്റ് ഇതൊക്കെ ആ വീടൊക്കെ എടുത്ത് വന്നപ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എനിവേസ് ലാലേട്ടൻ ഒന്ന് മീശ പിടിച്ച് നിന്നാൽ മതി, ഇവരൊക്കെ ഒന്ന് ഇതായിക്കൊള്ളുന്നേ, ഒരു ഡൗട്ടും വേണ്ട. സോ ലാലേട്ടൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ മോനെ ഈ പരിപാടിയൊക്കെ വിടണം, നല്ല കൊടുക്കേണ്ടത് നല്ലത് കൊടുക്കണം, എന്നാലും ഇതെനിക്ക് നേരേക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവർ നേരാവത്തില്ല. ആൻഡ് കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കണം. അതെനിക്ക് ഐ വാണ്ട് ടു ടെൽ ടു ദ മേക്കേഴ്സ്. കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കണം അവർക്ക്. എല്ലാത്തിനും കയറിയിട്ട് ഇങ്ങനെ കയറി പിടിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു പ്രമോയം ഞാൻ കണ്ടു, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നോ, അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം ഷോ കുറച്ചും കൂടി അടിപൊളിയാകണമെങ്കിൽ കുറേ കൂടി ഫ്രീഡം കൊടുക്കണം. എല്ലാത്തിനും തൊട്ടേനും പിടിച്ചിനും കയറി ഇടപെടുന്ന പരിപാടി, അത്തരത്തിലുള്ള പരിപാടികളിലൊന്നും മേക്കേഴ്സ് പോകാൻ പാടില്ല. എനിക്ക് തോന്നുന്നു സീസൺ 7 കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വീടും കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഓരോരുത്തരുടെ സെറ്റായിരുന്നു, ഹിന്ദി സെറ്റ്, തമിഴ് സെറ്റ്, അതൊക്കെ ആയിരുന്നു. ഇത്തവണ നമുക്ക് ഓൺ സെറ്റ് ഉണ്ട്. സോ അഥവാ വേണമെങ്കിൽ കുറച്ച് ദിവസം ഷോ കിട്ടുകയായി കഴിഞ്ഞാൽ കുറച്ച് ദിവസം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാടുണ്ട്. എനിവേസ് ലെറ്റ്സ് സീ എങ്ങനെ ആവുമെന്നുള്ളത്. അപ്പോൾ വൺസ് അഗെയിൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിരിക്കുന്നതൊക്കെ എനിക്കിതാ ഇങ്ങനെ ഇരിക്കുമോ, എനിക്ക് കാത്തിരുന്നിട്ടുണ്ടല്ലോ പണ്ടാറോടങ്ങി ആ അവസ്ഥയിൽ ഇരിക്കുകയാണ്. റിയലി ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ഷോ. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, 2 വീഡിയോസ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. സോ 2 വീഡിയോസും എല്ലാവരും പോയി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മിസ്റ്റേക്കുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. അതൊക്കെ ഇത് ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം എനിക്ക് മുന്നേറാൻ. സോ പ്ലീസ് ഡു സപ്പോർട്ട് മീ. ഓക്കെ, സോ എൻ്റെ ചാനലിൻ്റെ പേര് BBM Talk with Prashu. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാമെന്നും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം bye, take care of yourself, see you, bye.